പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയുമായി മറ്റൊരു യുവതി കൂടി രംഗത്ത്. ബംഗളൂരു സ്വദേശിനിയായ 23-കാരി തന്റെ പരാതി KPCC പ്രസിഡന്റിന് നൽകി. പരാതി സണ്ണി ജോസഫ് സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറി. അതേസമയം രാഹുലിനെതിരെ തനിക്ക് ലഭിച്ച ആദ്യ പരാതി എന്ന സണ്ണി ജോസഫിന്റെ വാദവും പൊളിഞ്ഞു. ആദ്യ കേസിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ അതേ ദിവസം അതിജീവിത KPCC പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും പരാതി നൽകിയ തെളിവുകൾ പുറത്തുവന്നു. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് നമുക്കൊപ്പം ചേരുകയാണ്. പ്രശാന്ത്, പരാതിക്കാരിക്ക് KPCC എന്ത് വിശദീകരണമാണ് നൽകുന്നത് എന്ന ചോദ്യമാണ് ഇതോടുകൂടി ഉയർന്നത്. കാരണം ആദ്യം ഒരു പരാതി എത്തി, അത് പൂഴ്ത്തി, ഇപ്പോൾ ഒരു 23-കാരിയുടെ പരാതി കൂടി എത്തുന്നു. അത് DGPക്ക് കൈമാറിയിട്ടുണ്ട്. എന്ത് ധാർമ്മികമായ ഉത്തരവാദിത്തം KPCC ഈ വിഷയത്തിൽ എടുക്കുന്നു പ്രശാന്ത്? രാഖി, രാഹുൽ മാങ്കൂട്ടം വിഷയവുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് നേതൃത്വം അത് നേതൃത്വവും അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവർക്ക് നേതൃത്വത്തിന് പോലും പ്രതികരിക്കാൻ കഴിയാത്ത നിലയിലേക്ക് അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ കഴിയാത്ത നിലയിലേക്കൊക്കെ ചെന്നെത്തുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോൾ രൂപപ്പെടുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. നിരന്തരം പരാതികൾ, അതായത് വാക്കാലും അല്ലാതെയുമൊക്കെ നിരന്തരം പരാതികൾ ഉയർന്നിരുന്നു. ഇപ്പോൾ ഒരു പരാതി കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായിരിക്കുകയാണ്. ആ പരാതി നൽകിയത് കേരളത്തിന് പുറത്ത്, അതായത് ബാംഗ്ലൂരിൽ താമസമാക്കിയ ഒരു 23-കാരിയാണ്. ഇത്തരത്തിൽ തനിക്കുണ്ടായ ദുരനുഭവം അത് നേരത്തെ മുൻ വർഷങ്ങളിലാണ്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു പരാതി KPCC അധ്യക്ഷന് നൽകിയിരിക്കുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിന്നും നിരന്തരം ഇത്തരത്തിൽ ലൈംഗികമായിട്ടുള്ള പീഡനം നേരിടേണ്ട ഒരു സാഹചര്യമുണ്ടായി എന്നതടക്കമാണ് ഈ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഗർഭധാരണത്തിന് നിർബന്ധിച്ചു തുടങ്ങി നിരവധി പരാതികളാണ് അതായത് നിരവധി വിഷയങ്ങളാണ് ഈ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. ബാംഗ്ലൂർ സ്വദേശിയായിട്ടുള്ള ഒരു യുവതി, 23 വയസ്സുള്ള ഒരു യുവതിയാണ് ഇത്തരത്തിൽ പരാതി നൽകിയത്. ഇൻസ്റ്റാഗ്രാം ചാറ്റ് വഴിയാണ് രാഹുൽ മാങ്കൂട്ടവുമായി പരിചയപ്പെടുന്നത്. അതിനുശേഷം നിരന്തരം രാഹുൽ മാങ്കൂട്ടം ഈ യുവതിയുമായി ചാറ്റ് ചെയ്യാൻ, അതായത് ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. അതിനുശേഷം തൻ്റെ ഈ ഇൻസ്റ്റാഗ്രാം ID അത് അഡ്മിന്മാർ നിരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് വ്യക്തിപരമായിട്ട് പേഴ്സണലായിട്ട് ചാറ്റ് ചെയ്യുന്നതിന് നമ്പർ വേണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ യുവതിയുടെ നമ്പർ വാങ്ങിക്കുകയും തുടർന്ന് യുവതിയുമായി ചാറ്റ് ചെയ്യുകയും ചെയ്തു. നിരന്തരം തുടർന്ന് ഇത്തരത്തിൽ വിവാഹ അഭ്യർത്ഥനകൾ നടത്തുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിനുശേഷം ഈ യുവതിയോട് വിവാഹാഭ്യർത്ഥന നടത്തുകയും തുടർന്ന് മോശമായ രീതിയിലെല്ലാം പെരുമാറുന്ന ഒരു നിലയിലേക്കൊക്കെ എത്തിയെന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. അതായത് ഈ നിരന്തരം വിവാഹാഭ്യർത്ഥന നടത്തിയപ്പോൾ യുവതി വീട്ടുകാരുമായി ഈ കാര്യം ചർച്ച ചെയ്തു. എന്നാൽ ആ കാലത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് കാര്യമായ ജോലികളൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് ആർക്കും താല്പര്യമില്ലായിരുന്നു. പിന്നീടാണ് ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നത്. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ വീട്ടുകാർ തിരിച്ച് ഈ യുവതിയോട് അല്ലെങ്കിൽ ഈ വിവാഹത്തിന് ഈ പെൺകുട്ടിയുടെ അഭ്യർത്ഥന അല്ലെങ്കിൽ ആ വിവാഹത്തിന് താല്പര്യമാണെന്നുള്ള കാര്യം അറിയിക്കുന്നു. യുവതി ഇത് രാഹുൽ മാങ്കൂട്ടത്തോട് പറയുന്നു. അതിനുശേഷമാണ് ഈ ഒരു ഹോം സ്റ്റേയിലേക്ക് ഈ രാഹുൽ മാങ്കൂട്ടവും കൂട്ടുകാരനും ഫെനി നൈനാനും കൂടി വിളിച്ചു വരുത്തുന്നത്, കൊണ്ടുപോകുന്നത്. അവിടെ വെച്ചാണ് ഗുരുതരമായി ക്രൂരമായ രീതിയിൽ പീഡനങ്ങൾ ഏൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ യുവതിയോട് ഗർഭധാരണം നടത്തണമെന്ന് പറയുന്നു. ശരീരമാകെ മുറിവേൽപ്പിക്കുന്ന തരത്തിൽ പീഡിപ്പിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. അങ്ങനെ കേട്ടാൽ ഭീതിപ്പെടുത്തുന്ന രീതിയിൽ, പേടിപ്പിക്കുന്ന രീതിയിൽ, ഭയപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വൈകൃതങ്ങൾ ഓരോന്നായി എണ്ണി പരാതിയിൽ പറയുന്നത്. അങ്ങനെ നേരത്തെയും ഈ പരാതി ഉന്നയിച്ച സമയത്ത് അതിൽ ക്രൈംബ്രാഞ്ചിൽ ഈ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു, പെൺകുട്ടിയുമായി സംസാരിച്ചിരുന്നു. എന്നാൽ പരാതിയുമായി മുന്നോട്ട് പോകാൻ ഉള്ള ഒരു സാഹചര്യമായിരുന്നില്ല എന്നും പറയുന്നു. കാരണം ഒരു പൊളിറ്റീഷ്യനാണ് രാഹുൽ മാങ്കൂട്ടൻ, തനിക്കുള്ള അപമാനഭീതി നേരിടുമെന്ന പേടിയുണ്ടായിരുന്നു, മറ്റ് ഭയങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പരാതി നൽകാതിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടൽ ഒളിവിലാണ്. ആ ഒരു സാഹചര്യത്തിലാണ് തനിക്ക് പരാതി പറയാനുള്ള ഒരു ധൈര്യം. എന്തായാലും നാളെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിലേക്ക് എത്തുകയാണ്. എന്ത് തീരുമാനം കോടതി എടുക്കും എന്നിരിക്കെയാണ് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മറ്റൊരു യുവതി കൂടി ബലാത്സംഗ പരാതിയുമായി ഇന്ന് രംഗത്ത് എത്തിയത്. KPCCക്ക് നൽകിയ പരാതി DGPക്ക് കൈമാറിയിട്ടുണ്ട്. പോലീസ് സംവിധാനം പ്രാഥമികമായ ഒരു വിവരശേഖരണം വിഷയത്തിൽ നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്.